വീട്ടിലെത്തിയത് മുതൽ കാർത്തിയും ആദിയും ആകെ തിരക്കിലായിരുന്നു. അല്ല, ഈ തുണിയെല്ലാം കൂടി എടുത്തോണ്ട് പോകുന്നത് എന്തിനാ? ആകെ 2 ദിവസത്തേക്ക് ഇത്രയും തുണി വേണോ? കാർത്തി തുണികളൊക്കെ എടുത്തിരിക്കുന്നത് കണ്ടതും അവൾ അവനോട് ചോദിച്ചു. എൻ്റെ ആദി, അവിടെ ചെന്നാലല്ലേ കാര്യങ്ങളൊക്കെ അറിയൂ. എന്തായാലും 2 ദിവസത്തേക്കാണ് ഞാൻ പോകുന്നത്. ചിലപ്പോ 2ന്റെ കൂടെ 2 ദിവസവും കൂടെ അവിടെ നിന്നൂന്ന് വരാം. എന്തായാലും പോകുന്നതല്ലേ? അവൻ ഒരു ചിരിയോടെ അവളോട് പറഞ്ഞതും അവൾ അവനെ സൂക്ഷിച്ചു നോക്കി. എന്താ മോൻ്റെ ഉദ്ദേശം? എന്തുദ്ദേശം? പോക, പെട്ടെന്ന് തിരിച്ചു വരിക, അത്ര തന്നെ. പിന്നെ അവന്മാരും നിർബന്ധിക്കുമ്പോൾ 2 ദിവസം കൂടുതൽ അവിടെ നിന്നു എന്ന് വരും. അത് നിന്നെ പിരിഞ്ഞിരിക്കാൻ താല്പര്യമുള്ളതുകൊണ്ടല്ല. ഒരിടയ്ക്ക് എനിക്കെന്ന് പറയാൻ അവരൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് അവരെ വെറുപ്പിക്കാനും എനിക്ക് കഴിയില്ല. കാർത്തി തൻ്റെ സാഹചര്യം അവളോടായി തുറന്നു പറഞ്ഞു. ഓ എൻ്റെ ഏട്ടാ, ഇനി അതിൻ്റെ പേരിൽ മുഖം വാട്ടാനൊന്നും നിൽക്കണ്ട. എല്ലാം ശരിയാകും. നിങ്ങൾക്ക് പോകാനുള്ള സമയമായില്ലേ? പോയിട്ട് പെട്ടെന്ന് വരാൻ നോക്ക്. അത് പറയുമ്പോൾ അവളുടെ സ്വരവും ഇടറിയിരുന്നു. അത് മനസ്സിലാക്കി അവൻ അവളെ ചേർത്ത് പിടിച്ച് നെറുകയിൽ ചുണ്ടുകൾ അമർത്തി. നിന്നെ പിരിഞ്ഞിരിക്കാൻ കഴിയുന്നതുകൊണ്ടല്ല ഞാനിപ്പോൾ പോകുന്നത്. എൻ്റെ സാഹചര്യം ഇതായതുകൊണ്ട് മാത്രമാണ്. എത്രയും പെട്ടെന്ന് ഞാൻ തിരിച്ചു വരും പെണ്ണെ, നിന്റെ അരികിൽ. നിന്റെ സാമീപ്യമില്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല. അത് കേട്ടതും അവളൊരു കുഞ്ഞു പുഞ്ചിരി അവന് സമ്മാനിച്ചു. അല്ലേട്ടാ, ബസ് എപ്പോഴാ? അവൾ നിറഞ്ഞ കണ്ണുകൾ തുടച്ചുകൊണ്ട് അവനോട് ചോദിച്ചു. 11:30 പെണ്ണേ. എന്നിട്ടാണോ കഥകൾ പറഞ്ഞിവിടെ നിൽക്കുന്നത്? ഇപ്പൊ സമയം ഏതാണ്ട് 10:45 കഴിഞ്ഞു. അവൾ അവനോട് വെപ്രാളത്തോടെ പറഞ്ഞതും അവൻ അവളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ആ നിൽപ്പ് തുടർന്നു. പിന്നെ അവൾ തന്നെ മുൻകൈയെടുത്ത് അവർ ഇരുവരും ആ മുറിയിൽ നിന്നും പുറത്തേക്കിറങ്ങി. ഇറങ്ങുന്നതിനിടയിൽ ഓരോ ചെറിയ ചെറിയ കാര്യങ്ങൾ അവളോട് പറഞ്ഞു മനസ്സിലാക്കാനും അവൻ മറന്നിരുന്നില്ല. ആദി, എന്തുണ്ടെങ്കിലും എന്നെ വിളിക്കണം. അതിപ്പോ എന്തേലും പ്രശ്നമുണ്ടെങ്കിൽ മാത്രമല്ല, നിനക്കെന്തെങ്കിലും വിഷമമോ ബുദ്ധിമുട്ടോ അങ്ങനെ എന്തുണ്ടെങ്കിലും എന്നെ വിളിക്കണം. അടുത്തില്ലെന്ന് കരുതി ഞാൻ ഒരുപാട് അകലെയല്ല. നിന്റെ കൂടെ തന്നെയുണ്ട് ഒരു നിഴലായി. ആ ഓർമ്മ നിന്റെ മനസ്സിലുണ്ടാകണം. അങ്ങനെ അവളെ ഓരോന്ന് പറഞ്ഞു സമാധാനിപ്പിച്ചുകൊണ്ട് അവൻ നേരെ പോയത് മാധവിയമ്മയുടെ മുറിയിലേക്കായിരുന്നു. ഇതേ സമയം അവൻ്റെ വരവ് പ്രതീക്ഷിച്ചുകൊണ്ട് അവർ ഇരുവരും അവിടെ ഇരിപ്പുണ്ടായിരുന്നു. ഇറങ്ങാറായോ മോനെ? അവനെ കണ്ടതും മാധവിയമ്മയുടെ സ്വരമുയർന്നു. എൻ്റെ മുത്തശ്ശി, 2 ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ, അതിനിങ്ങനെ കരഞ്ഞ് നിലവിളിക്കേണ്ട കാര്യമുണ്ടോ? മാധവിയമ്മയുടെ സ്വരം കേട്ടതും അവൻ കളിയോട് തന്നെ അവരോട് ചോദിച്ചു. മക്കൾ പോകുമ്പോഴുള്ള വേദന അത് അമ്മമാർക്ക് മാത്രമേ അറിയുള്ളൂ കുഞ്ഞാ. എൻ്റെ ഏറ്റവും വലിയ വിഷമമാണ് നീ ഞങ്ങളുടെ അരികിൽ നിന്ന് മാറി നിൽക്കുന്നത്. കാരണം നിന്നെ ഞങ്ങൾ കാണുന്നത് മകനായിട്ടും കൊച്ചുമകനായിട്ടും ഒക്കെയാണ്. ഞങ്ങൾക്കെന്ന് പറയാൻ നീയും ആദിയും സാൻവിമോളും ഒക്കെയല്ലേ ഉള്ളൂ. അവർ ഏറെ വേദനയോടെ ചോദിച്ചതും സാൻവി അവിടേക്ക് കടന്നു വന്നതും ഒരുമിച്ചായിരുന്നു. ആ, മോൾ ഒരുങ്ങിയോ? സാൻവിയെ കണ്ടതും കാർത്തി ഒരു കുഞ്ഞു പുഞ്ചിരിയോടെ ചോദിച്ചു. പിന്നെ ഒരുങ്ങാതെ? എല്ലാ പ്രാവശ്യവും ഏട്ടനെ ബസ് സ്റ്റോപ്പിൽ കൊണ്ടുചെന്ന് എത്തിക്കുന്നത് എൻ്റെ ചുമതലയല്ലേ? ഓ, എൻ്റെ കുട്ടിക്ക് കാര്യബോധമൊക്കെ വന്നല്ലോ. അവൻ ചെറുചിരിയോടെ അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു. പിന്നെ വേണ്ടേ? ഒന്നും അല്ലെങ്കിലും ഈ സിറ്റിയെ വിറപ്പിക്കുന്ന കാർത്തികേയൻ്റെ പെങ്ങളല്ലേ. അവൾ ആ രംഗം തണുപ്പിക്കാൻ എന്നവണ്ണം തട്ടിവിട്ടു. എന്നാ എൻ്റെ പെങ്ങൾ ഞാൻ ഇല്ലെന്ന് കരുതി അടിപിടി ഒന്നും ഉണ്ടാക്കാൻ പോകരുത്. നല്ല കുട്ടിയായി നിന്റെ ഏട്ടത്തിയമ്മയെ സഹായിച്ച് ഇവിടെ തന്നുണ്ടാകണം. അവൾക്കൊരു സഹായമാകണം. മനസ്സിലായോ എൻ്റെ കുട്ടിക്ക്? പിന്നെ ആകാതെ ഏട്ടൻ ധൈര്യമായിട്ട് പോയിട്ട് വാ. ഏട്ടത്തിക്ക് ഒരു പോറൽ പോലും ഏൽക്കാതെ ഞാൻ നോക്കിക്കോളാം. പിന്നെ ഇന്നു മുതൽ ഏട്ടൻ വരുന്നത് വരെ
ഏട്ടത്തിക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ഏട്ടത്തി പറയാതെ തന്നെ ഞാൻ ചെയ്തു കൊടുത്തോളാം. എല്ലായിടത്തും ആദിക്ക് ഓടിയെത്താൻ കഴിയില്ല സാൻവി. അതാ ഞാൻ ഇതിനെപ്പറ്റി പിന്നെയും പിന്നെയും നിന്നോട് പറയുന്നത്. എൻ്റെ ഏട്ടാ, ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് ഞാൻ ചെയ്യും. അവൾ അവന് വാക്കുകൊടുത്തു. അത് കേട്ടതും ദേവചന്ദ്രൻ്റെ ശബ്ദമുയർന്നു. എടാ മോനെ, പോയിട്ട് പെട്ടെന്ന് വരണം. അവിടെയുള്ള നിന്റെ തിരക്കുകളൊക്കെ ആരും പറയാതെ തന്നെ എനിക്കറിയാം. എന്നാലും ഇവിടെ നിന്നെ കാത്ത് ഒരു പെണ്ണുണ്ട്. ആ ചിന്ത എപ്പോഴും നിന്റെ മനസ്സിലുണ്ടാകണം. എന്ത് തിരക്കാണെങ്കിലും അവളെ വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കാനും അവൾക്ക് വേണ്ടി കുറച്ച് സമയം കണ്ടെത്താനും നിനക്ക് സമയമുണ്ടാകണം. ദേവച്ചൻ്റെ സ്വരം അല്പ കടുപ്പത്തിൽ തന്നെ ഉയർന്നിരുന്നു. അതൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം മുത്തശ്ശ. ഇവരെക്കൊണ്ടേലും മുത്തശ്ശൻ്റെ ഒരു ശ്രദ്ധയും നമ്മുടെ ബിസിനസ്സിലുണ്ടായിരിക്കണം. അവൻ അദ്ദേഹത്തെയും ഓർമ്മിപ്പിച്ചു. എല്ലാം ഭംഗിയായി നടക്കും. നീ ധൈര്യമായിട്ട് പോയിട്ട് വാ. അയാൾ അവനെ അനുഗ്രഹിച്ച് അവിടെ നിന്നും പറഞ്ഞയച്ചു. അങ്ങനെ കാർത്തിയും സാൻവിയും അവിടെ നിന്നും പുറത്തേക്കിറങ്ങി. ഒപ്പം തന്നെ ആദിയും. ഇവരെ തന്നെ ശ്രദ്ധിച്ചുകൊണ്ട് സത്യനും രാധികയും കലയും സാവിയും കരുണനും കല്യാണിയും ഒക്കെ അവിടെ തന്നെ ഉണ്ടായിരുന്നു. എന്താ കാർത്തി നിന്റെ ഉദ്ദേശം? കല്യാണം കഴിഞ്ഞിട്ടും നിന്റെ തോന്നിവാസങ്ങളൊന്നും അവസാനിപ്പിക്കാറായില്ലേ? സത്യന്റെ സ്വരം അല്പം ദേഷ്യത്തോട് ഉയർന്നു. അല്ല, വല്യച്ഛൻ എന്താ ഉദ്ദേശിക്കുന്നത്? അവനും അതേ ഗൗരവത്തോടെ തന്നെ അയാളോട് ചോദിച്ചു. ഞാനെന്താ ചോദിക്കുന്നതെന്ന് നിനക്കറിയില്ലേ കാർത്തി? സ്വന്തമായിട്ടുള്ള സ്ഥാപനങ്ങൾ ഉള്ളതൊക്കെ നോക്കാൻ നിൽക്കാതെ നീ ടൂറ് കളിച്ച് നടന്ന ആർക്കാ ഇവിടെ നഷ്ടം? അപ്പം ഞാൻ ബാംഗ്ലൂരിൽ പോകുന്നതാണ് നിങ്ങളുടെയൊക്കെ പ്രശ്നമല്ലേ? അവൻ പുച്ഛത്തോടെ ചോദിച്ചു. അത് തന്നെയാണ് കാർത്തി പ്രശ്നം. സ്വന്തം സ്ഥാപനങ്ങൾ നോക്കി നടത്താതെ ഇങ്ങനെ ഊരു ചുറ്റി നടക്കുന്നതുകൊണ്ട് എന്തർത്ഥമാണുള്ളത്? ഓഹോ, അതൊന്നും ഓർത്ത് കലയാൻ്റെ ടെൻഷനാകണ്ട. എന്നെക്കാട്ടിലും കഴിവുള്ളൊരു പെൺകൊച്ചിനെ ഇതൊക്കെ ഏൽപ്പിച്ചിട്ടാണ് ഞാനിവിടുന്ന് പോകുന്നത്. എൻ്റെ ഒരു കുറവും ഇല്ലാതെ അവൾ ഈ സ്ഥാപനങ്ങളൊക്കെ വൃത്തിയായി നല്ല മനോഹരമായി നോക്കി നടത്തുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു പ്രശ്നവും ആർക്കും വേണ്ട. അങ്ങനെ വഴിയെ പോകുന്നവർക്കൊന്നും നോക്കി നടത്താനുള്ള മനക്കൽ ഉള്ളവരുടെ സ്ഥാപനങ്ങളും മറ്റും അതിനർഹതപ്പെട്ട ആളുകൾ ഇവിടെയുണ്ട്. സത്യൻ അല്പം ദേഷ്യത്തോടെ തന്നെ പറഞ്ഞു. ഇതിൻ്റെയൊക്കെ മറുപടി ഞാൻ തിരിച്ചു വരുമ്പോൾ നല്ല വ്യക്തമായി തന്നെ വല്യച്ഛന് പറഞ്ഞു തരാം. ഇപ്പം അതിനുള്ള സമയമില്ല. പറഞ്ഞുകൊണ്ട് അവൻ സാൻവിയും കൊണ്ട് അവിടെ നിന്നും ഇറങ്ങി. കൂടെ ആദിയും. അങ്ങനെ സാൻവിയുടെ കാറിൽ അവർ ബസ് സ്റ്റാൻഡിലേക്ക് തിരിച്ചു. കാർത്തിയെ കൊണ്ട് വിട്ടതിനു ശേഷം ആദിയും സാൻവിയും നേരെ വീട്ടിലേക്ക് തിരിച്ചു. തിരിച്ചുള്ള അവരുടെ യാത്രയിൽ ആദി ആകെ മൗനമായിരുന്നു. എൻ്റെ ഏട്ടത്തി, നിങ്ങൾക്ക് ഏട്ടനെ വിടാൻ താല്പര്യമില്ലായിരുന്നെങ്കിൽ അതേട്ടനോട് തുറന്നു പറഞ്ഞാൽ പോരായിരുന്നോ? അല്ലെങ്കിൽ ഏട്ടത്തിക്ക് ഏട്ടനോടൊപ്പം പൊയ്ക്കൂടായിരുന്നോ? അങ്ങനെയൊന്നും പെട്ടെന്ന് പറ്റില്ലടാ. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നിനക്കറിയാവുന്നതല്ലേ. ഞാൻ കൂടെ പോയാ എല്ലാം അവതാളത്തിലാകും. സാനുമോളെ, അത് മാത്രമല്ല, മുത്തശ്ശനിപ്പോ പഴയതുപോലെ ഒന്നിനും പറ്റില്ല. പിന്നെയുള്ളത് ഞാനും നീയുമാണ്. നമ്മളും കൂടെ മാറി നിന്ന ആകെ പ്രശ്നത്തിലാകും. അത് ശരിയാണ് ഏട്ടത്തി. എൻ്റെ അച്ഛനും അമ്മയും സാവിയമ്മയുമൊക്കെ എങ്ങനെ നിങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കാം എന്നാലോചിച്ചിരിക്കുക. ഇപ്പോ ഏട്ടനും കൂടി ഇല്ലാത്ത സ്ഥിതിക്ക് എന്തെങ്കിലുമൊക്കെ പണി അതിൽ നിന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യാം. പിന്നെ ഏട്ടനില്ലാത്ത സ്ഥിതിക്ക് ഒരു മാരണം കൂടി ഇവിടേക്ക് വരാൻ സാധ്യതയുണ്ട്. മാരണമോ? അതാരാ? അത് വേറെ ആരുമല്ല ഏട്ടത്തി, എൻ്റെ സഹോദരൻ തന്നെയാ. പേര് സിദ്ധാർത്ഥ്. അല്ല, ഈ സിദ്ധാർത്ഥ് ഇപ്പൊ എവിടെയാ? ഞാൻ വന്നിട്ട് ഇത്രയും ദിവസമായല്ലോ. അങ്ങനെ ഒരാളെ ഇവിടൊന്നും കണ്ടില്ലല്ലോ മോളെ. അയാൾ ഇവിടെ അല്ല ഏട്ടത്തി, അങ്ങ് ചെന്നൈയിലോ മറ്റോ ആ. കാർത്തിയേട്ടനെ പേടിച്ച് ഇവിടേക്കൊന്നും അധികം വരാറില്ല. അതെന്താ, അത്ര തല്ലിപ്പൊളിയാണോ ഈ സിദ്ധാർത്ഥ്? തല്ലിപ്പൊളിയാണോന്നോ? ഇവനെപ്പോലൊരെണ്ണത്തിനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. സ്വന്തം അമ്മയും പെങ്ങളെയും പോലും തിരിച്ചറിയാൻ വയ്യാത്ത ഒരുത്തൻ. കയ്യിലില്ലാത്ത ദുശീലങ്ങൾ ഒന്നുമില്ല. ഇവിടെ നേരത്തെ ജോലിക്ക് ഒരു സ്ത്രീ വന്നിരുന്നു. അവർക്ക് സ്വന്തമെന്ന് പറയാൻ ആരും ഉണ്ടായിരുന്നില്ല.
അതുകൊണ്ട് തന്നെ അവർ ഈ വീട്ടിലാണ് കഴിഞ്ഞിരുന്നത്. സത്യം പറഞ്ഞ എൻ്റെ അമ്മയുടെയൊക്കെ പ്രായം വരും അവർക്ക്. അങ്ങനെയുള്ള പാവ സ്ത്രീയെ ഇവൻ കയറി പിടിച്ചു. കുറ്റം ഇവൻ്റെ തലയിലാണെങ്കിലും എൻ്റെ അമ്മയുടെ മിടുക്കുകൊണ്ട് ആ പാവം സ്ത്രീ എല്ലാവരുടെയും മുന്നിൽ പിഴച്ചവരായി മാറി. അയ്യോ, എന്നിട്ടാ സ്ത്രീ എവിടെ? അറിയില്ല ഏട്ടത്തി. രാവിലെ എഴുന്നേറ്റ് നോക്കിയപ്പോൾ ഇവിടെയുള്ളവർ ആരും പിന്നെ സ്ത്രീയെ കണ്ടിട്ടില്ല. പാവം, അതുപോലെ ഇവിടെ നിന്നും അവരനുഭവിച്ചിരുന്നു. അന്ന് ഇതിൻ്റെയൊക്കെ പേരിൽ കാർത്തിയേട്ടനും സിദ്ധാർത്ഥുമായി നല്ല രീതിയിൽ വഴക്ക് നടന്നിരുന്നു. അതിനുശേഷം എൻ്റെ ഒരു സുഹൃത്ത് ഇവിടെ താമസിക്കാൻ വന്നിരുന്നു. അവളോടും ഇവൻ വളരെ മോശമായിട്ടാണ് പെരുമാറിയത്. അന്ന് കാർത്തിയേട്ടൻ ഇവനെ നല്ല രീതിയിൽ പെരുമാറിയിരുന്നു. അതുകൊണ്ട് തന്നെ ഏട്ടനുള്ളപ്പോൾ അവനിവിടേക്ക് വരാറില്ല. പക്ഷേ ഏട്ടനിപ്പോൾ പോയ കാര്യങ്ങളൊക്കെ എൻ്റെ അമ്മ പറഞ്ഞ് അവനിപ്പോൾ അറിഞ്ഞിട്ടുണ്ടാകും. അതുകൊണ്ട് ഏത് സമയവും അവൻ്റെ ഒരു വരവ് പ്രതീക്ഷിച്ച് വേണം നമ്മളിരിക്കാൻ. അതൊന്നും ഓർത്ത് നീ ടെൻഷൻ അടിക്കണ്ട സാൻവി. എല്ലാ കാര്യത്തിലും നിന്റെ ഒരു സപ്പോർട്ട് എനിക്കുണ്ടായാൽ മാത്രം മതി. ബാക്കിയൊക്കെ നമ്മൾ നോക്കില്ലേ. എൻ്റെ സപ്പോർട്ട് എൻ്റെ ഏട്ടത്തിക്ക് എന്നും ഉണ്ടാകും. അങ്ങനെ ഓരോന്നും പറഞ്ഞുകൊണ്ട് അവർ വീട്ടിലേക്ക് തിരിച്ചെത്തി. ഇതേ സമയം അവരുടെ വരവും കാത്ത് മാധവി കാത്തിരിക്കുന്നുണ്ടായിരുന്നു. അമ്മയെ കണ്ടതും സാൻവി പതിവ് പോലെ അവരെ പോയി കെട്ടിപ്പിടിച്ചു. അല്ല മോളെ, കാർത്തിമോൻ്റെ ബസ്സൊക്കെ കൃത്യസമയത്ത് വന്നിരുന്നോ? ആ, വന്നിരുന്നു മുത്തശ്ശി. ഞങ്ങൾ ചെന്നതും അവിടേക്ക് ബസ് വന്നതും എല്ലാം ഒരുമിച്ചായിരുന്നു. എന്തായാലും സമാധാനത്തോടെ അവൻ പോയിട്ട് വരട്ടെ. സമയം ഒരുപാടായി. മക്കൾ പോയി കിടക്കാൻ നോക്ക്. മാധവി അവരെ രണ്ടിനെയും മുറിയിലേക്ക് പറഞ്ഞയച്ചു. മുറിയിലെത്തിയതും ആദിക്കാകെ ഒറ്റപ്പെടൽ തോന്നി. ഇത്രയും ദിവസം കാർത്തിയുടെ ഒപ്പം ഉണ്ടായിരുന്ന ഓരോ മനോഹരമായ നിമിഷങ്ങളും അവളുടെ മനസ്സിലേക്ക് ഓരോന്നായി കടന്നു വന്നുകൊണ്ടിരുന്നു. ആ ഓർമ്മയിൽ അവളുടെ മിഴികൾ നിറഞ്ഞു തുളുമ്പി. അങ്ങനെ അവൻ്റെ ഓർമ്മയിലിരിക്കുമ്പോഴാണ് ആദിയുടെ ഫോൺ ബെല്ലടിച്ചു തുടങ്ങിയത്. അതിൽ തെളിഞ്ഞിരിക്കുന്ന പേര് കണ്ടതും അവളുടെ മിഴികൾ വിടർന്നു. ഹലോ കാർത്തിയേട്ടാ, എല്ലാം ഓക്കെ അല്ലേ? പ്രശ്നമൊന്നുമില്ലല്ലോ അല്ലേ? ഒരു പ്രശ്നവും ഇല്ല പെണ്ണേ. നീയും ഓക്കെ അല്ലേ? ഞാൻ പെട്ടെന്ന് വരും. നീ ഒന്നും ഓർത്ത് വിഷമിക്കണ്ട. അല്ല, നിങ്ങൾ വീട്ടിലെത്തിയില്ലേ? ഞാൻ നമ്മുടെ മുറിയിലായിട്ടാ വന്നതേ ഉള്ളൂ. ഞാൻ നിന്റെ കൂടെ തന്നെ ഉണ്ട് പെണ്ണേ. തനിച്ചായെന്ന് ഒരു തോന്നലും നിനക്ക് വേണ്ട. അവളുടെ മാനസികാവസ്ഥ മനസ്സിലാക്കി അവൻ അവളെ സമാധാനിപ്പിച്ചു. അല്ല, പിന്നെ ആ സ്ത്രീയോ അവരുടെ മകളോ പിന്നെ പ്രശ്നം വല്ലതും ഉണ്ടാക്കിയോ? ഏയ് ഇല്ലേട്ടാ, ഞങ്ങൾ വന്നപ്പോഴേക്കും അവരൊക്കെ കിടന്നു കഴിഞ്ഞിരുന്നു. എന്തായാലും നീ അവരെയൊക്കെ ഒന്ന് സൂക്ഷിക്കണം. നീ വിചാരിക്കുന്നത് പോലെ അത്ര നിസ്സാരക്കാരൊന്നുമല്ല അവരൊക്കെ. നമ്മുടെ ചെട്ടിക്കമ്പനി ഒരിടയ്ക്ക് അവരുടെ കയ്യിലായിരുന്നു ആദി. ഇതുപോലെ ഞാൻ അവിടെ നിന്നും മാറി നിന്നപ്പോൾ ദേവച്ചൻ്റെ കയ്യിൽ നിന്ന് അധികാരം വാങ്ങിയതാണ്. 6 മാസം പിന്നീട് അവരുടെ ഭരണമായിരുന്നു അങ്ങോട്ട്. ഞാൻ നിർത്തിയിരുന്ന എൻ്റെ പല സ്റ്റാഫുകളെയും അവിടുന്ന് അവറ്റകൾ പറഞ്ഞു വിട്ടിരുന്നു. എന്നിട്ട് പിന്നെങ്ങനെയാ ആ കമ്പനി വീണ്ടും നിങ്ങളുടെ കയ്യിൽ വന്നത്? അതാണ് കൊച്ചേ രസം. വരവിനേക്കാൾ കൂടുതൽ ചിലവുകളായിരുന്നു വല്യച്ഛനും വല്യമ്മയ്ക്കും. അവരുടെ ചിലവുകൾ കാരണം ചിട്ടിക്കമ്പനി നഷ്ടത്തിലായി. പിന്നീട് ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഞാനത് തിരിച്ചു പിടിച്ചത്. ഹോ, കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ ഇവരൊക്കെ അത് ഏട്ടൻ്റെ തലയിലേക്കിടും. ശരിയല്ലേ? അതൊക്കെ ശരിയാണ്. മനക്കലിൽ അതൊക്കെ തന്നെയാണ് നടക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ എല്ലാ കാര്യത്തിലും ശ്രദ്ധ വേണമെന്ന് നിന്നോട് പറയുന്നത്. ഞാൻ ശ്രദ്ധിച്ചോളാം ഏട്ടാ, നിങ്ങൾ ധൈര്യമായിരിക്കെ. അവൾ അവനെ സമാധാനിപ്പിച്ചു. ഇനി ഒരു മാരണം കൂടിയുണ്ട്. അതാണ് സിദ്ധാർത്ഥ്. ആ, അയാളെക്കുറിച്ച് സാൻവി എന്നോട് പറഞ്ഞിരുന്നു കാർത്തിയേട്ടാ. അതവളുടെ ഏട്ടനല്ലേ? ഒരു ഏട്ടൻ? അവനെപ്പോലൊരുത്തൻ ഈ നാട്ടിൽ വേറെയില്ല. ഇവൻ്റെ അത്രയും ഇല്ലെങ്കിലും അതുപോലൊരുത്തനാണ് നിധിനും. അതായത് നിന്റെ കൂട്ടുകാരി നയനയുടെ സഹോദരൻ.
നിന്റെ നോട്ടത്തിൽ അവൻ നല്ലവനായിരിക്കാം. പക്ഷെ എനിക്കറിയാവുന്ന നിധിൻ അങ്ങനെയല്ല കൊച്ചേ. ആ സിദ്ധാർത്ഥിനെ പോലെ ലോക ഉടായ്പ്. ആ പന്ന മോനും അവനും ഈ നാട്ടിലുണ്ട്. നീ ഇപ്പോൾ എൻ്റെ ഭാര്യയാണെന്നറിയാവുന്നത് കൊണ്ട് തന്നെ പുതിയ വേലയിറക്കി അവൻ നിന്റെ മുൻപിൽ വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് എല്ലാത്തിനും ഒരു ശ്രദ്ധ നിന്നിലുണ്ടാകണം. ഏട്ടൻ ടെൻഷൻ അടിക്കണ്ട, എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കിക്കോളാം. അങ്ങനെ കുറച്ചു നേരം അവർ ഓരോന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ തന്നെ ഇരുന്നു. എടാ, നേരം കുറേയായി. നാളെ ഓഫീസിൽ പോകേണ്ടതല്ലേ? ഞാൻ നാളെ അവിടെ എത്തിയിട്ട് നിന്നെ വിളിക്കാം. ശരി ഏട്ടാ. അങ്ങനെ അവർ ആ സംസാരം അവിടെ അവസാനിപ്പിച്ചു. കോള് കഴിഞ്ഞതും ആദി കാർത്തിയെക്കുറിച്ച് ഓരോന്ന് ചിന്തിച്ചുകൊണ്ട് ബെഡിലേക്ക് കിടന്നു. ഈ സമയം അവൻ്റെ ചിന്തകളിലും നിറഞ്ഞു നിന്നത് അവളുടെ ആ മുഖം മാത്രമായിരുന്നു. കാർത്തി ബാംഗ്ലൂരിലെത്തിയിട്ട് ഇന്നേക്ക് 3 ദിവസം പിന്നിട്ടു. അവൻ അവിടെ എത്തിയത് മുതൽ ആകെ തിരക്കിലായിരുന്നു. എങ്കിലും ആദിയെ വിളിക്കാനും അവളുടെ കാര്യങ്ങൾ ചോദിച്ചറിയാനുമുള്ള സമയം അവൻ ഇതിനോടൊപ്പം തന്നെ കണ്ടെത്തിയിരുന്നു. എന്നാൽ ഇതേ സമയം പണി കിട്ടിയത് ആദിക്കായിരുന്നു. കാർത്തിയുടെ അഭാവത്തിൽ 2 കമ്പനിയിലും മാറി മാറി കയറി ഇറങ്ങേണ്ട സാഹചര്യമായിരുന്നു ആദിക്ക്. അതിനവൾക്ക് സഹായിയായി സാൻവി ഉണ്ടെങ്കിലും ക്യാഷിൻ്റെയും മറ്റു കാര്യങ്ങൾ നോക്കാനും അവൾ തന്നെ 2ഇടത്തും കയറി ഇറങ്ങേണ്ട സാഹചര്യമാണ്. അവൾക്കതൊക്കെ ഒരു പുതിയ അനുഭവം തന്നെയായിരുന്നു. എങ്കിലും അവളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ അതെല്ലാം ഭംഗിയായി തന്നെ ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ പതിവ് പോലെ ഓഫീസൊക്കെ കഴിഞ്ഞ് വളരെ വൈകിയാണ് ആദിയും സാൻവിയും വീട്ടിലേക്ക് തിരിച്ചെത്തിയത്. ഇവരുടെ വരവും കാത്ത് കലയും കല്യാണിയും സത്യനുമൊക്കെ ഉമ്മർത്ത് തന്നെ ഇരിപ്പുണ്ടായിരുന്നു. എന്താ എല്ലാവരും ഇവിടെ ഇരിക്കുന്നത്? എല്ലാവരെയും ഒരുമിച്ച് കണ്ടതും ആദിയുടെ സ്വരം അവർക്ക് നേരെ ഉയർന്നു. ഞങ്ങൾ നിന്നെ പ്രതീക്ഷിച്ച് തന്നെയാണ് ഇവിടെ ഇരുന്നത്. രാവിലെ വെളുക്കുന്നതിന് മുൻപേ നീ ഇറങ്ങിപ്പോകും. വരുന്നതോ ഏറെ വൈകിയും. അപ്പം ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ആര് നോക്കുമെന്ന് വിചാരിച്ചാ നീ ഇരിക്കുന്നത്? കലയുടെ സ്വരമുയർന്നു. അതിനു മാത്രം ഇവിടെ എന്ത് പ്രശ്നമാണുണ്ടായത്? ഞാൻ രാവിലെ ജോലിക്ക് പോകുന്നതിന് മുൻപ് എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു വച്ചിട്ടാണ് പോകുന്നത്. പിന്നെ ഉച്ചക്കലത്തെ കാര്യങ്ങൾ നോക്കാൻ ലീലേച്ചിയുണ്ട്, അതുപോലെ വൈകിട്ടത്തെയും. പിന്നെന്താണ് ഇവിടെ പ്രശ്നം? അവൾ അവരോട് എടുത്തടിച്ചതുപോലെ ചോദിച്ചു. ഞങ്ങളും മരുമക്കളാണ് കൊച്ചേ. ഒരു വീട്ടിൽ കെട്ടിക്കയറി വരുന്നതിന് ചില മര്യാദകളൊക്കെ ഉണ്ട്. അതുപോലെ ചെയ്യേണ്ട കുറച്ച് കടമകളൊക്കെയുണ്ട്. അതൊക്കെ നീ ഈ വീട്ടിൽ ചെയ്യുന്നുണ്ടോ? കലയുടെ സ്വരമുയർന്നു. ഞാൻ ഈ വീട്ടിൽ എന്തൊക്കെ ചെയ്യുന്നുണ്ട്, എന്തൊക്കെ ചെയ്യുന്നില്ല എന്നൊക്കെ എനിക്കിവിടെ വിരുന്നിന് വന്നവരെ ബോധിപ്പിക്കേണ്ട കാര്യമില്ല. ഞാൻ ചെയ്യുന്നതൊക്കെ എൻ്റെ ഭർത്താവിന് നല്ലതുപോലെ അറിയാം. അതുപോലെ ഇവിടുത്തെ മുത്തശ്ശനും മുത്തശ്ശിക്കും. ഡീ, നീ എന്ത് കണ്ടിട്ടാ ഇങ്ങനെ അഹങ്കരിക്കുന്നത്? അതിനു മാത്രം എന്തെങ്കിലും നിന്റെ പക്കലുണ്ടോ? അയാൾ അവളോട് പുച്ഛത്തോടെ ചോദിച്ചു. നിങ്ങൾക്കെന്താ വേണ്ടേ? അവളും തൻ്റെ ദേഷ്യം അയാളുടെ നേരെ പ്രകടിപ്പിച്ചു. നിന്റെ ഭർത്താവെന്ന് പറയുന്നവൻ ഈ ചെയ്യുന്നതും പറയുന്നതുമൊക്കെ ശരിയാണോ? അവനിപ്പോ കൈവശമാക്കി വെച്ചിരിക്കുന്ന ചിട്ടിക്കമ്പനിയും സൂപ്പർ മാർക്കറ്റുമെല്ലാം ഞങ്ങൾക്കെല്ലാവർക്കും ഒരുപോലെ അവകാശമുള്ളതാ. അത് നിനക്കും അറിയാമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. എന്നാ അവനീ കാണിക്കുന്നത് എന്താ? അവൻ്റെ സ്വരമുയർന്നു. അങ്കിൾ, ഇതേപ്പറ്റി എനിക്ക് നിങ്ങളോട് യാതൊന്നും പറയാനില്ല. നിങ്ങൾ തന്നെ പറഞ്ഞല്ലോ ഇതിൻ്റെയൊക്കെ അവകാശി കാർത്തിയേട്ടനാണെന്ന്. അതുകൊണ്ട് ഏട്ടൻ വരുമ്പോൾ നിങ്ങൾ തന്നെ ഏട്ടൻ്റെ മുന്നിൽ നിങ്ങളുടെ ആവശ്യങ്ങൾ തുറന്നു പറയേ. അല്ലാതെ ഈ പാതിരാത്രി എന്നെ ഇങ്ങനെ തടഞ്ഞു വെച്ചിട്ട് ഒരു കാര്യമില്ല. ആദി തനിക്ക് തോന്നിയ കാര്യം അവരോട് വ്യക്തമായി തന്നെ പറഞ്ഞു. ഡി പെങ്കൊച്ചേ, നീ കണ്ട നിഗളനമൊക്കെ കാണിക്കുന്നത് കാർത്തിയെ കണ്ടിട്ടാണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. അവൻ്റെ യഥാർത്ഥ സ്വഭാവം നിനക്കിതുവരെ പിടികിട്ടിയില്ലാത്തതുകൊണ്ടാണ്. എന്നാ ഞങ്ങൾക്കൊന്നും അങ്ങനെയല്ല. അവൻ ഈ ബാംഗ്ലൂരിലേക്കുള്ള പോക്ക് പോലും ചതിയാണ്. നീ അറിഞ്ഞിട്ടുള്ള കാർത്തിയല്ല മനക്കൽ കാർത്തികേയൻ. മറ്റുള്ളവരെ ചതിച്ചും വെട്ടിച്ചും സ്വന്തമാക്കിയതാണ് ഇവൻ ഇവിടം വരെ എത്തിച്ചത്. ചതിയാണ് അവൻ്റെ മുഖമുദ്ര പോലും. എന്നാ
ഇതൊന്നും മനസ്സിലാക്കാൻ ശ്രമിക്കാത്ത നിന്നോട് ഞങ്ങൾ എന്തു പറയാൻ? അവന് കേരളത്തിനകത്തും പുറത്തുമായി ധാരാളം പെണ്ണുങ്ങളുമായി സഹവാസമുണ്ട്. അതിലൊരാളാണ് ആ ജാൻസി. ആ വകയിലുണ്ടായ ചെറുക്കനാണ് അവളുടെ കൂടെ ഉള്ള മകൻ. അതുപോലെ നമുക്കറിയാത്ത ധാരാളം ബന്ധങ്ങൾ അവനുണ്ട്. കല കിട്ടിയ അവസരത്തിൽ അവനെ താഴ്ത്തിക്കെട്ടാൻ തുടങ്ങി. അല്ല, കാർത്തിയേട്ടന് ഇതുപോലെയുള്ള ബന്ധങ്ങൾ ഉണ്ടെന്നറിഞ്ഞിട്ടും നിങ്ങളെന്തിനാ ഈ നിൽക്കുന്ന കല്യാണിയെ ഏട്ടനെ കൊണ്ട് കെട്ടിക്കാൻ നോക്കുന്നത്? ആദ്യം എടുത്തടിച്ചതുപോലെ അവരോട് ചോദിച്ചു. അങ്ങനെ ചോദിക്കണ്ട ഏട്ടത്തി. ഇവർക്കൊക്കെ ഏട്ടൻ ഒരു പെണ്ണുപിടിയനാണ്. എന്നിട്ടും ഇവർക്കൊക്കെ ഏട്ടനെ വേണം താനും. അത് സ്നേഹമുള്ളതുകൊണ്ടൊന്നുമല്ല, ഏട്ടൻ്റെ പേരിലുള്ള സ്വത്തുക്കൾ. അതാണ് ഇവരുടെയൊക്കെ ലക്ഷ്യം തന്നെ. നിന്നോടാരെങ്കിലും ഇവിടെ അഭിപ്രായം ചോദിച്ചോ? സാൻവിയുടെ ശബ്ദം അവിടെ ഉയർന്നതും അതിഷ്ടപ്പെടാതെ സത്യൻ അവളുടെ നേരെ കുരച്ചു. അതിന് ഞാനില്ലാത്തതൊന്നും അല്ലല്ലോ അച്ഛാ പറഞ്ഞത്. സത്യങ്ങൾ തന്നെയല്ലേ. അച്ഛനും അമ്മയ്ക്കും ഇവിടെയുള്ള ആർക്കും തന്നെ ഏട്ടനെ ഇഷ്ടമല്ല. അത് നിങ്ങളുടെ പ്രവൃത്തിയിൽ നിന്ന് പലതവണ ഞങ്ങൾക്കെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. എന്നിട്ടും കല്യാണിക്ക് വേണ്ടി ഏട്ടനെ ആലോചിച്ചതിൻ്റെ പിന്നിൽ ഏട്ടൻ്റെ പേരിൽ കിടക്കുന്ന സ്വത്തുക്കളാണെന്ന് മനസ്സിലാക്കാനുള്ള ബോധവും വിവേകവും തൽക്കാലം എനിക്കുണ്ട്. അതുകൊണ്ട് എനിക്ക് ശരിയെന്ന് തോന്നുന്നത് ആരുടെ മുൻപിലും ഞാൻ വിളിച്ചു പറയും. അത്രയും പറഞ്ഞുകൊണ്ട് അവൾ ആദിയുടെ നേരെ തിരിഞ്ഞു. എൻ്റെ ഏട്ടത്തി, ഇവർക്ക് ഭ്രാന്ത. ഇവരുടെ വാക്കും കേട്ട് ഇവിടെ നിൽക്കാൻ പോയാ ഇന്ന് രാത്രി മുഴുവൻ നമ്മൾ ഇവിടെ തന്നെ നിൽക്കേണ്ട വരും. അതുമാത്രമല്ല, ഇവരുടെയൊക്കെ ഉദ്ദേശം മറ്റു പലതുമാണ്. അത്രയും പറഞ്ഞുകൊണ്ട് സാൻവി അവളെ വിളിച്ചുകൊണ്ട് അവരുടെ മുറിയിലേക്ക് നടന്നു. അവർ ഇരുവരും അവിടെ നിന്ന് നടന്നു നീങ്ങിയതും കല്യാണിയുടെ സ്വരം അവിടെ ഉയർന്നു. ആ പോകുന്ന ആദ്യേക്കാൾ പ്രശ്നം സാൻവിയാണ്. അവളെ നിലയ്ക്ക് നിർത്താതെ നമ്മുടെ ഒരു പ്ലാനും ഇവിടെ വർക്കൗട്ടാകില്ല. അതിനവർ പിരിയുക തന്നെ വേണം. അതും എത്രയും പെട്ടെന്ന് തന്നെ. അതൊന്നും അത്ര പോസിബിൾ അല്ല കല്ലു. ഇതൊക്കെ കേട്ടു നിന്ന വാണിയുടെ സ്വരമുയർന്നു. അങ്ങനെ പറഞ്ഞു നിന്ന ഒരു കാര്യവും സാധ്യമാകില്ല വാണി. സാൻവിയാണ് ഇപ്പോൾ ആ പെണ്ണിൻ്റെ ആകെയുള്ള ധൈര്യം. ആ ധൈര്യമില്ലാതായ നമുക്ക് ആ പെണ്ണിനെ പെട്ടെന്ന് വീഴ്ത്താൻ സാധിക്കും. അത് മാത്രമല്ല, കാർത്തിയും ഇവിടെ ഇല്ലാത്ത സ്ഥിതിക്ക് ഇത് തന്നെയാണ് പറ്റിയ അവസരവും. കല്യാണി അവരെ ഓർമ്മിപ്പിച്ചുകൊണ്ട് അവരുടെ മുറിയിലേക്ക് നടന്നു. ഇതേ സമയം ആദ്യ റൂമിലെത്തി. ഫ്രഷാകാനായി വാഷ്റൂമിലേക്ക് കയറാനൊരുങ്ങിയതും സാൻവി ഇടിച്ചു കയറി അവിടേക്ക് വന്നതും ഒരുമിച്ചായിരുന്നു. എന്താ മോളെ, എന്തു പറ്റി? ഞാൻ ഇന്നു മുതൽ ഏട്ടൻ വരുന്നത് വരെ ഇനി ഏട്ടത്തിയുടെ കൂടെയാണ്. അതെന്താ പെട്ടെന്ന്? ഏട്ടത്തിയോടൊരു സ്നേഹം? എന്തോ എനിക്ക് ഏട്ടത്തിയോട് എപ്പോഴും സ്നേഹമാണ്. പിന്നെ ഇന്നത്തെ ഇവിടെയുള്ളവരുടെ പെർഫോമൻസ് ഒക്കെ കണ്ടിട്ട് എന്തെങ്കിലും ഒരു പണി ഏട്ടത്തിക്ക് വരാൻ സാധ്യതയുണ്ട്. അതിന് എന്തായാലും നമ്മൾ ഒരുമിച്ചേ അത് നേരിടുന്നുള്ളൂ. എന്താ, അതുപോരെ? നിന്റെ ഇഷ്ടം. എന്തായാലും ഞാൻ ഫ്രഷ് ആയിട്ട് വരാം. അത്രയും പറഞ്ഞുകൊണ്ടവൾ വാഷ്റൂമിലേക്ക് നടന്നു. അപ്പോഴേക്കും സാൻവി അവളുടെ റൂമിൽ നിന്ന് കൊണ്ടുവന്ന ഡ്രസ്സുകളെല്ലാം ആ മുറിയുടെ സൈഡിലായി ഒതുക്കി വെച്ചതിന് ശേഷം അവൾ തൻ്റെ ഫോണുമായി ബാൽക്കണിയിലേക്ക് നടന്നു. ആദ്യം ഫ്രഷായി പുറത്തേക്ക് വന്നതും ബാൽക്കണിയിലിരുന്ന് സംസാരിക്കുന്ന സാൻവിയാണ് അവൾ കണ്ടത്. ആദിയുടെ കാൽപെരുമാറ്റം കേട്ടതും ആ കോൾ കട്ട് ചെയ്തതിന് ശേഷം അവളുടെ നേരെ തിരിഞ്ഞു. ഹ, ഏട്ടത്തി ഇത്ര പെട്ടെന്ന് കുളിച്ചോ? ആരായിരുന്നു ഫോണിൽ? ആദ്യ അർത്ഥം വെച്ച് അവളോട് ചോദിച്ചു. അത് പിന്നെ? ഏത് പിന്നെ? അവളും അതേ ടോണിൽ ചോദിച്ചുകൊണ്ട് അവളെ നോക്കി. ക്രിസ്റ്റിച്ചനാണ് ഏട്ടത്തി. ഞാൻ വെറുതെ ഇരുന്നപ്പോൾ ഒന്ന് വിളിച്ചു നോക്കിയതാ. എന്നിട്ട് എന്തേലും മാറ്റമുണ്ടോ? അവൾ ഒരു കള്ളച്ചിരിയോടെ സാൻവിയോട് ചോദിച്ചു. എന്ത് മാറ്റം? ഈ ഏട്ടത്തി ഇതെന്തൊക്കെയാ പറയുന്നേ? എൻ്റെ സാൻവിക്കുട്ടി, ഞാൻ നിന്റെ ഏട്ടത്തിയാ. അതുകൊണ്ട് എന്നോട് നിന്റെ ഉടായ്പൊന്നും വേണ്ട. എൻ്റെ പൊന്നുമോൾ, കാര്യം എന്താന്ന് വെച്ചാൽ പറ. അല്ല, എത്ര നാളായി ഇത് തുടങ്ങിയിട്ട്? വർഷം കുറച്ചായി ഏട്ടത്തി. ഈ മുഹബത്ത് എനിക്ക് മാത്രമേ അയാളോടുള്ളൂ. അങ്ങേർക്ക് എന്നോട് ഒരു വാഴക്കയില്ല ഏട്ടത്തി. എനിക്കാണേ അങ്ങേരെ മറന്ന് വേറെ ആരെയും ലൈൻ അടിക്കാനും പറ്റുന്നില്ല.
കണ്ണടച്ചാൽ പോലും ആ പഹയൻ്റെ രൂപമാ എൻ്റെ മനസ്സ് നിറയെ. പക്ഷേ ആരോട് പറയാൻ? അത്രയും പറഞ്ഞപ്പോഴേക്ക് അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. അല്ല, ക്രിസ്റ്റി എന്താ ഇതിന് പറയുന്നേ? അയാളൊന്നും പറയുന്നില്ല ഏട്ടത്തി. ഞാൻ ആദ്യമായി അയാളോട് ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ അതൊക്കെ എൻ്റെ പ്രായത്തിൻ്റെ ആണെന്നും പറഞ്ഞ് നാളെ മറ്റൊരാളെ കാണുമ്പോൾ അത് മാറിക്കോളും എന്നൊക്കെ പറഞ്ഞ് കുറേ ഉപദേശങ്ങൾ പറഞ്ഞയച്ചു. എനിക്ക് പിന്നെ നാണമില്ലാത്തതുകൊണ്ട് ഞാൻ വീണ്ടും അയാളുടെ പിറകെ ചെന്നു. അപ്പോഴും ഉപദേശങ്ങൾക്കൊന്നും വലിയ കുറവുകളൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പം പറയുന്നത് കാർത്തിയേട്ടനെ ചതിക്കാൻ കഴിയില്ല എന്നാണ്. അയാൾക്ക് വലുത് അയാളുടെ സൗഹൃദമാണത്രേ. ഇങ്ങനെ പറയുന്നവരോട് ഞാൻ എന്ത് പറയാനാ ഏട്ടത്തി? പക്ഷേ എനിക്ക് ക്രിസ്റ്റിച്ചനെ ഒരുപാടിഷ്ടമാണ്. എൻ്റെ ഇച്ഛായനെ മറന്ന് എനിക്ക് മറ്റൊരു ജീവിതം തിരഞ്ഞെടുക്കാനും കഴിയില്ല. പക്ഷെ ഇച്ഛായനൊന്നും മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല ഏട്ടത്തി. എൻ്റെ കുട്ടി വിഷമിക്കാതെ, ഇതിനൊക്കെ പരിഹാരം നിന്റെ ഈ ഏട്ടത്തി കണ്ടിരിക്കും. നീ പേടിക്കണ്ട, കാർത്തിയേട്ടൻ വരട്ടെ, നമുക്കെല്ലാം ശരിയാക്കാം. അതൊന്നും വേണ്ട ഏട്ടത്തി, ഏട്ടനെങ്ങാനും അറിഞ്ഞാ? പിന്നെ അറിയാതെ എത്ര കാലം ഇതൊക്കെ സൂക്ഷിച്ചു വയ്ക്കാൻ സാധിക്കും മോളെ? ഇനി ക്രിസ്റ്റിക്കും ഒരിഷ്ടമുണ്ടെങ്കിൽ കാർത്തിയേട്ടൻ അറിയാതെ എങ്ങനെയാ? അതിന് ഇച്ഛായൻ എന്നെ ഇഷ്ടമല്ലല്ലോ ഏട്ടത്തി. അങ്ങേർക്ക് എന്നെ കാണുന്ന തന്നെ പേടിയാ. എന്നിട്ടും ഒരു പട്ടിയെ പോലെ ഞാനാ അദ്ദേഹത്തിനൊരു സമാധാനം കൊടുക്കാതെ പിറകെ നടക്കുന്നത്. എൻ്റെ മോളെ, നീ ഇങ്ങനെ സെൻറ്റി അടിക്കാതെ. ചിലപ്പോൾ ക്രിസ്റ്റിക്കും നിന്നെ ഇഷ്ടമായിരിക്കും. പക്ഷെ കാർത്തിയേട്ടനെ ഓർത്തിട്ടാവും അദ്ദേഹം നിന്നോട് മൗനം കാണിക്കുന്നത്. ഒന്നും അല്ലെങ്കിലും ഏട്ടൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തല്ലേ ക്രിസ്റ്റിച്ചൻ? അങ്ങനെ ഓരോന്ന് സംസാരിച്ചിരിക്കുമ്പോഴാണ് പതിവ് പോലെ കാർത്തിയുടെ ഫോൺ ആദിക്ക് വന്നത്. ഡിസ്പ്ലേയിൽ കാർത്തിയുടെ പേര് കണ്ടതും ആദിയുടെ മുഖം തെളിഞ്ഞു. അയ്യേ, ഏട്ടത്തിപ്പെണ്ണിന് നാണം വന്നല്ലോ. നിങ്ങൾ സംസാരിച്ചിരിക്കെ, അപ്പോഴേക്കും ഞാനൊന്ന് ഫ്രഷായിട്ട് വരാം. അത്രയും പറഞ്ഞുകൊണ്ട് സാൻവി തൻ്റെ ഡ്രസ്സുമായി വാഷ്റൂമിലേക്ക് കയറി. അപ്പോഴേക്കും ആദി കാർത്തിയുടെ കോളെടുത്ത് സംസാരിച്ചു തുടങ്ങിയിരുന്നു. എൻ്റെ കൊച്ചേ, എൻ്റെ തിരക്കുകളൊക്കെ ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ, എന്നിട്ടും ഞാൻ സമയം കണ്ടെത്തി നിന്നെ വിളിക്കുന്നില്ലേ? നിങ്ങൾ എന്നോട് കൂടുതലൊന്നും പറയണ്ട. ഇന്നലെ രാത്രി വെച്ചിട്ട് പോയതാ. പിന്നെ ശബ്ദം ഒന്ന് കേൾക്കാൻ ഇത്രയും നേരം വേണ്ടി വന്നു. എനിക്ക് എന്തുമാത്രം വിഷമം തോന്നിയെന്ന് അറിയുമോ? ഇടയ്ക്ക് ഞാൻ വിളിച്ചിട്ട് പോലും ഒന്ന് സംസാരിക്കാനുള്ള മനസ്സ് നിങ്ങൾക്കുണ്ടായോ? കൂടുതലൊന്നും വേണ്ട, അല്പനേരം മാത്രമല്ലേ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നുള്ളൂ. ഇടയ്ക്ക് നീ എവിടെയാണെന്നൊരു മെസ്സേജ്, അതിൽ കൂടുതലൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ അങ്ങനെയൊന്നും ഉണ്ടായില്ലെന്ന് മാത്രമല്ല, ഞാൻ അങ്ങോട്ടയച്ച മെസ്സേജിന് പോലും റിപ്ലൈ ഇല്ല. അവൾ തൻ്റെ വിഷമം അവനോട് പങ്കുവച്ചു. സോറി പെണ്ണെ, ഒന്നും മനഃപൂർവ്വമായിരുന്നില്ല. ഇവരുടെ ഓഫീസിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നെക്കൊണ്ട് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ഒന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുക്കാമോ എന്ന് ചോദിച്ചതുകൊണ്ട് തന്നെ ഞാൻ അതിൻ്റെയൊക്കെ പിറകെ ആയിരുന്നു പെണ്ണെ. അതിനിടയ്ക്ക് ഞാൻ വേറൊന്നും ചിന്തിച്ചിരുന്നില്ല. അതാണ് സത്യം. ഇപ്പോഴാണ് തിരക്കുകളൊക്കെ ഒഴിഞ്ഞതും ഞാനൊന്ന് ഫ്രീ ആയതും. അപ്പം തന്നെ ആദ്യം തന്നെ എൻ്റെ മനസ്സിലേക്ക് ഓടി വന്നത് നിന്റെ മുഖമായിരുന്നു. അതൊക്കെ പോട്ടെ, ഏട്ടൻ എന്നാ ഇങ്ങോട്ട്? ഇപ്പം തന്നെ ദിവസം 3 എടാ, പെട്ടെന്ന് അങ്ങോട്ടൊരു വരവ് നടക്കുമെന്ന് തോന്നുന്നില്ല. അതിനെക്കുറിച്ച് പറയാനാ ഞാനിപ്പോൾ വിളിച്ചത് പോലും. അതെന്താ? അത് പിന്നെ ഇവന്മാരെല്ലാവരും കൂടി ചേർന്ന് ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ പ്ലാൻ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവന്മാർ എന്നെ ഇങ്ങോട്ട് ക്ഷണിച്ചത് തന്നെ. അപ്പോൾ ഇനി പെട്ടെന്നൊന്നും ഇങ്ങോട്ട് ഇല്ലേ? അവൾ സംശയത്തോടെ അവനോട് ചോദിച്ചു. അത് പിന്നെ ആദി, ഞാൻ അവിടേക്ക് വരാൻ കുറഞ്ഞതൊരു 2 ആഴ്ച പിടിക്കും. അതുവരെ നീ അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കണം. ആയിക്കോട്ടെ കാർത്തിയേട്ടാ, ഏട്ടൻ്റെ ഇഷ്ടം പോലെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ. എടാ, നീ എന്നോട് പിണങ്ങിയോ? അവളുടെ സംസാരം കേട്ടതും അവൻ അവളോട് ചോദിച്ചു. എന്തിന്? ഞാൻ വരുന്നതിന് മുൻപ് ഏട്ടൻ എങ്ങനെയായിരുന്നോ അതുപോലെ ജീവിക്കാനുള്ള അവകാശം ഏട്ടൻ ഇപ്പോഴും ഉണ്ട്. എന്തായാലും കൂട്ടുകാർ ഒരുപാട് ആഗ്രഹിച്ച് ഒരു സ്ഥാപനം തുടങ്ങാൻ പോവുകയല്ലേ. അതുകൊണ്ട് ഏട്ടനും അവരുടെ കൂടെ അവിടെ തന്നെ നിൽക്ക്. അവർക്ക് അതുതന്നെയല്ലേ വേണ്ടത്. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഭംഗിയായിട്ട് ഞാൻ നോക്കിക്കൊള്ളാം. അല്ല, അവിടെ വേറെ എന്തൊക്കെയുണ്ട് വിശേഷം?
അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല കാർത്തിയേട്ടാ, എല്ലാം ഭംഗിയായി തന്നെ പോകുന്നു. എന്നാൽ ശരി കാർത്തിയേട്ടാ, നാളെ രാവിലെ ജാൻസി ചേച്ചിയോടൊപ്പം കൊച്ചിനെയും കൊണ്ട് ഹോസ്പിറ്റൽ വരെ പോകേണ്ട ഒരാവശ്യമുണ്ട്. അതുകൊണ്ട് നമുക്ക് പിന്നെ സംസാരിക്കാം. അത്രയും പറഞ്ഞുകൊണ്ട് അവൾ ആ കോൾ അവസാനിപ്പിച്ചു. എന്തു പറ്റി കാർത്തി? നിന്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നത്? ആദിയുടെ കോള് കട്ടായതും കാർത്തിയുടെ മുഖം മങ്ങിയിരുന്നു. അതുകൊണ്ട് അവൻ്റെ നേർക്ക് ഇന്ദ്രൻ്റെ സ്വരം. ആദിയായിരുന്നടാ, 2 ആഴ്ച കഴിഞ്ഞേ വരാൻ കഴിയൂ എന്ന് പറഞ്ഞതും അതവൾക്ക് ഏറെ വിഷമമായെന്ന് തോന്നുന്നു. പെട്ടെന്ന് അവളുടെ സ്വരമൊക്കെ മാറി. പിന്നെ വിഷമം കാണാതിരിക്കുമോ കാർത്തി? വിവാഹം കഴിഞ്ഞിട്ട് ആദ്യമല്ലേ നിങ്ങളിങ്ങനെ മാറി നിൽക്കുന്നേ? അതുപോലെ ആ കുട്ടി വളർന്ന സാഹചര്യം, മനക്കലെ ഇപ്പോഴത്തെ അവസ്ഥ, ഇതൊക്കെ ആ കൊച്ചിനെ തളർത്തുന്നുണ്ടാവും. എനിക്കറിയാം ഇന്ദ്ര, പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇവിടെ നിന്നും മാറി നിന്ന അത് ഗുണത്തേക്കാൾ ഏറെ ദോഷം ചെയ്യും. ഇപ്പം തന്നെ ഞാനിവിടെ ഇല്ലെന്ന് കരുതി പലരും തലപൊക്കി തുടങ്ങിയിട്ടുണ്ട്. അത് നമ്മുടെ നിലനിൽപ്പിനെ കാര്യമായി ബാധിക്കും ഇന്ദ്ര. ഞാനിവിടെ ഇല്ലെങ്കിലും എൻ്റെ കുട്ടികളിവിടെ സുരക്ഷിതമായി തന്നെ നിൽക്കണം. അത് ഈ കാർത്തിക്കിന് നിർബന്ധമുള്ള കാര്യമാണ്. അതുകൊണ്ട് മാത്രമാണ് ഇപ്പോഴത്തെ എൻ്റെ ഈ വരവ് പോലും. അവൻ അത്രയും പറഞ്ഞുകൊണ്ട് അവിടുള്ള ബാൽക്കണിയിലേക്ക് നടന്നു. അങ്ങനെ വീണ്ടും ദിവസങ്ങൾ മുന്നോട്ടു പോയി. കാർത്തിയില്ലാത്തതിൻ്റെ പ്രശ്നങ്ങൾ ആദിക്ക് നല്ലതുപോലെ ആ സമയം കൊണ്ട് അലട്ടി തുടങ്ങിയിരുന്നു. എങ്കിലും തന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ 2 കമ്പനികളും അവൾ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോയി. അവളുടെ സഹായിയായി സാൻവിയും ജാൻവിയും അവളുടെ റൈറ്റും ലെഫ്റ്റുമായി അവൾക്കൊപ്പം തന്നെ കൂടി. അതവൾക്കും ഒരാശ്വാസമായിരുന്നു. അങ്ങനെ പതിവ് പോലെ കമ്പനിയിലേക്ക് ഇറങ്ങുമ്പോഴാണ് ആദിയുടെ അച്ഛൻ അവിടേക്ക് കടന്നു വന്നത്. അയാളെ കണ്ടതും ആദി ഒരു നിമിഷം ഞെട്ടി.